ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും റമദാനും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ ഞാൻ രാവിലെ എണീച്ചിട്ട് നോമ്പൊക്കെയല്ലേ, പ്രത്യേകിച്ച് നമുക്ക് പണിയും കാര്യങ്ങളും രാവിലെ തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പം ആദ്യം ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കേണ്ട എണീച്ച് വരുമ്പോൾ എന്താ ഇവർ ബെഡ് വിരിച്ചിടലില്ലേ? സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് മോള് അതിൽ കിടന്ന് കുത്തി മറിഞ്ഞുകൊണ്ട് പിന്നെയും ബെഡ് വൃത്തികേടായതുകൊണ്ട് രണ്ടാമതൊന്നും കൂടെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. സോറി ഗൈസ്, വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ടേബിൾ മേൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവളുടെ കുറച്ച് കളിസാധനങ്ങളും എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഇപ്പം മക്കളുടെ വീടാകുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവില്ല. എന്താ പറയുക, ഒക്കെ വലിച്ചിട്ടുകൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ പുറകെ പോയി ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ അവളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നന്നാക്കാന്നുള്ള രീതിക്ക് ഞാൻ സാധാരണ നിൽക്കാറ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഞാൻ അവിടെ ടേബിളിലുണ്ടായ അവളുടെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചാർജറും കാര്യങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താക്കി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചാർജറൊക്കെ സൈഡിൽ ഒരുവിധം സാധനങ്ങളൊക്കെ ആക്കി കുറേയൊക്കെ അലമാറയിലേക്കും അതിൻ്റെ ഷെൽഫിൽ കൊണ്ടുപോയിട്ട് ഒതുക്കിപ്പെറുക്കി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് മോളും ഉപ്പയും കൂടെ റോട്ടുമ്മലൊക്കെ പോയിട്ട് നല്ല കളിയിലാണ് കേട്ടോ. അവിടെ കൊണ്ടുപോയിട്ട് വണ്ടിയും കൊണ്ട് ഉരുട്ടി കളിക്കുന്നുണ്ട്. കുറേ വിളിച്ചു, ആ വണ്ടിയും കൊണ്ട് അവിടെ ഉരുട്ടേണ്ട, അപ്പോൾ അകത്തേക്ക് കയറാൻ പഠിച്ചു വരുന്നൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സ്റ്റോർ റൂം കുറച്ചൊന്ന് അലമ്പായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൈസ് എന്താ പറയുക, എൻ്റെ റമദാനിലല്ല, ഒരു എന്താ പറയുക, നമ്മുടെ വീട് വൃത്തിയാക്കുന്ന ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പം. ഈ റൂമൊക്കെ ഞാൻ അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചത്, അത് കഴിഞ്ഞതാ ഇപ്പം വീണ്ടും അതേ ഒരു സ്ഥിതി ആയിട്ടുണ്ട്. ഒക്കെ എന്താ പറയുക, വലിച്ച് വാരിയിട്ട് അവിടെ ഇവിടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. കുറേ പാക്കറ്റും കവറുകളും അങ്ങനെ കുറേ കിസ്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫുള്ള് അലമ്പായിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് നന്നാക്കാമെന്ന്. പിന്നെ അതൊക്കെ ഒന്ന് നന്നാക്കിയതിന് ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു ഗൈസ്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഒരു 1-2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു പണിയും കാര്യങ്ങളും ക്ലീനിങ്ങൊക്കെ, പിന്നെ അടിക്കലും തുടക്കലും ആ റൂം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി. ആ ഉറക്കത്തിൻ്റെ ഹാങ് ഓവറൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്തൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഞാൻ ഉമ്മാനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആ സമയത്തായി, സമയം 1:45 അങ്ങനെ എന്തോ സമയമായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു സമയം കൊണ്ട് എണീച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഉമ്മ ഓൾമോസ്റ്റ് ഞങ്ങളിന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്നുണ്ട് വിചാരിച്ചത്. ബിരിയാണിക്ക് വേണ്ട ചിക്കനും കാര്യങ്ങളൊക്കെ നന്നാക്കി മസാലയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഉമ്മ ഇങ്ങനെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ചപ്പുറത്ത് പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പമത്ത് വെച്ച് പൊരിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ പച്ചമുളകിൻ്റെ പേസ്റ്റൊക്കെ ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ സഹായിക്കണ്ടേ. ഒക്കെ ബിരിയാണീൻ്റെ പണി ഉമ്മ തന്നെയായിരുന്നു കേട്ടോ. കാരണം ഞാൻ ആ ഒരു ഉറങ്ങിയതുകൊണ്ട് അങ്ങനെ എല്ലാത്തിലൊന്നും എനിക്ക് പോയിട്ട് തലയിടാൻ പറ്റിയില്ല. ഒക്കെ ഉമ്മ തന്നെ, അതുകൊണ്ടൊന്നും കുളമായിട്ടില്ല. അങ്ങനെ പിന്നെ ചിക്കൻ പൊരിച്ച ആ ഒരു മസാല, ഒരു എണ്ണ തന്നെയാണ് കേട്ടോ ഈ മസാല വാട്ടുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കളർ അങ്ങനെ. പിന്നെ അങ്ങനെന്താ ഞാൻ എന്താക്കി, കുറച്ചൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുപ്പിൻ്റെ അടുത്ത് ഇരുന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ അടുപ്പിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇരിക്കലും അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, പണ്ടൊട്ടേ അടുപ്പമ്മ കയറി ഇരിക്കാനും ഫുഡ് കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ആ ഒരു അടുപ്പിൻ്റെ മേലെ കയറി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മസാലയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റായിട്ടോ. പിന്നെ അതിന് ശേഷം പൊരിച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പൊരിച്ച ചിക്കനാണ് കേട്ടോ എടുക്കാറ്. ചിലർ വേവിച്ചിട്ടൊക്കെ ബിരിയാണി വെക്കും. പക്ഷെ ഞങ്ങൾക്ക് വേവിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം ഇങ്ങനെ പൊരിച്ചിട്ടൊക്കെ വെക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എനിക്കങ്ങനെ കേട്ടോ ഇഷ്ടം. ഉമ്മാക്ക് പിന്നെ വേവിച്ചിട്ട് വെച്ചാലും എങ്ങനെ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്കൊക്കെ, എനിക്കും എൻ്റെ ബ്രദറിനൊക്കെ ആണെങ്കിൽ ചിക്കൻ പൊരിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതാ ഞാനവിടെ മസാലയൊക്കെ നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പക്കുമ്പോൾ വന്ന് ചോദിക്കുന്നത്, ഇന്നെന്താ കടി ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ പിന്നെ വിചാരിച്ചു എന്തായാലും ഓക്കെ എന്തെങ്കിലും ഉണ്ടാകും. നമ്മളിന്ന് വിചാരിച്ചത് കടിയൊന്നും ഉണ്ടാക്കണ്ടെന്നാണോ, ചെറുകടി അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരിടക്ക് വന്നിട്ടാണ് മോള് ചോദിക്കുന്നത് കടിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്നത്. അങ്ങനെ പിന്നെ അവൾക്ക് എന്തെങ്കിലും കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കട്ട്ലേറ്റ് അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് വർത്താനം പറയുന്നുണ്ട്, എന്നെ തോണ്ടുന്നുണ്ട്, പിടിക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കട്ട്ലേറ്റ് അതിനുള്ള ഉരുളക്കിഴങ്ങ് ആദ്യം വേവിച്ചിട്ട് പിന്നെ ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ വേണമായിരുന്നു കേട്ടോ. മറ്റേ ചിക്കൻ നമ്മൾ ബിരിയാണിക്ക് എടുത്തുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായത്, അതിന് മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെ പക്കുമാനെയും ഉപ്പാനെയും കൂടെ എന്താ പറയുക ചിക്കൻ വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതിൽ കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് വേവിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, വേറെ പ്രത്യേകിച്ച് കടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഈ ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിക്കോളൂ. പിന്നെ നമ്മൾ മാംഗോ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാൻ ബാക്കി എന്താ പറയുക ഇതിലേക്കുള്ള ഉള്ളി തക്കാളി നമുക്ക് സോറി ഗൈസ് കട്ട്ലേറ്റിനേക്കുള്ള മസാലയൊക്കെ വേണ്ട ഉള്ളി പച്ചമുളക് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ സ്ലാമൊക്കെ എറിയുന്നത് അരിയുമ്പോൾ ഒരു സുഖമാണ്. പക്ഷേ എങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പുറക്കെ വേദനയായി ആ കലമ്പായി പോയിട്ടുണ്ടായിരുന്നു. ഉള്ളി നല്ല നീറ്റലുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ മസാല വാട്ടി വെച്ചിട്ട് പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ട് വേവിച്ചിട്ട് വലിയ പണിയൊന്നും ഇല്ലല്ലോ, ഒന്ന് മിക്സിയിലിട്ട് അടിക്കേണ്ട പണിയല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മാക്ക് വേണ്ട സാധനങ്ങൾ ഉമ്മയും എടുത്തിട്ട് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ പാത്രം നിരന്നിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആ പാത്രമൊക്കെ ഒന്ന് കഴുകുക. ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ എന്താ പറയുക എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ലാസ്റ്റ് പാത്രം ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. പിന്നെ പാത്രം കഴുകുന്നൊരു പണി എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ പിന്നെ ഞാനിതാ എല്ലാ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ മസാല വാട്ടാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് സ്മാഷ് ചെയ്യണ്ടേ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് വൃത്തിയാക്കിയതിന് ശേഷം അങ്ങനെ ആക്കാമെന്ന്. അപ്പം ചിക്കന് പറഞ്ഞയച്ച ആൾക്കാർ ഇതുവരെ എത്തിയില്ലല്ലോ. ചിക്കനും കൂടെ കിട്ടിയിട്ട് വേണം ഇനിയിപ്പോൾ ബാക്കി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് പോയ ആൾക്കാർ പോയ വഴിക്കായി പോയിട്ടുണ്ട് ഗൈസ്, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം ഏതാണ്ടൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി കഴിയാനായി. ഇതിപ്പം ഓരോ പണിയെടുത്ത് കഴിയുമ്പോഴത്തേനും പാത്രം ഒരുപാട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ അപ്പം കഴുകി വെക്കലാണ് സാധാരണ. അത് എന്താ പറയുക, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെക്കും, ഒന്നിച്ച് കൂട്ടിയിടലില്ല. ഓരോ പണി കഴിയുന്നതിന് ശേഷം അങ്ങനെ ഇതാക്കും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മസാലയൊക്കെ വാട്ടി വെക്കുക, അപ്പോഴത്തേക്ക് ചിക്കനൊക്കെ എത്തുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഞാൻ മസാല വാട്ടാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, നല്ലോണം ഉള്ളി ഇതൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മിക്സിയിൽ പിന്നെ ചിക്കൻ കൊണ്ടുവന്ന സമയത്ത് ചിക്കൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കണമല്ലോ, പൊടിക്കല്ല, ഒരു കട്ട്ലേറ്റിന് വേണ്ട പാകത്തിന് എടുക്കണമല്ലോ. അപ്പം അതാക്കി എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ചെറിയ മിക്സി കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ, സോറി ഗൈസ്, ചെറിയ ജാറ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ ജ്യൂസ് അടിക്കുന്ന ജാറിലാണ് കേട്ടോ ഞാനത് ഇതാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ക്രഷായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല ചിക്കൻ. എന്നിട്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഇതാക്കി അങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ആ ചെറിയ ജാറിൽ അടിക്കുമ്പോൾ നമുക്ക് വലുതിലടിച്ചാൽ കിട്ടൂലല്ലോ. അപ്പം എന്താ പറയുക, അങ്ങനെ ഞാൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനകത്ത് ഉറങ്ങിയില്ല. ഉറക്കിൻ്റെ ഒരു ഹാങ് ഓവർ ഇതുവരെ തീരുന്നില്ല. പിന്നെ ഉറങ്ങണമെന്ന്, കാരണം കുറേ ഒരു അധിക നേരം ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. 2-3 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് തോന്നുന്നു ആ ഹാങ് ഓവർ അങ്ങ് വിട്ട് മാറുന്നില്ല. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ കട്ട്ലൈറ്റിന് വെച്ചാൽ ആ ഒരു എണ്ണ ചൂടാവുന്ന സമയം കൊണ്ടാണ് ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തത്. പിന്നെ ഇത് ആദ്യം ഞാൻ ഉള്ളിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വാട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടി കേട്ടോ. അതിന് ശേഷം പിന്നെ ഇഞ്ചി പേസ്റ്റും അതേപോലെ പച്ചമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ ഇതൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. ആ ഒരു ഉറക്കം കഴിഞ്ഞുകൊണ്ട് തന്നെ സമയം നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു കടി തന്നെ ചെറുകടി തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സമയം 6 മണി ആയി തോന്നുന്നു. ആ ഒരു സമയത്താണ്. കുളിയും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഉണ്ടാക്കി വെച്ചിട്ട്, കാരണം മോള് ചോദിച്ചുകൊണ്ട് പിന്നെ ഉണ്ടാക്കാതെക്കാനും പറ്റുന്നില്ല. ആ ഒരു രീതിക്ക് ഉണ്ടാക്കിയതാണ്. അല്ലാണ്ട് നമ്മളിന്ന് ചെറുകടികളോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി വേഗം അതൊക്കെ മസാലയൊക്കെ വാട്ടി എന്തായാലും കടി വെച്ചൊക്കെ കുളിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. ആ ഒരു രീതിക്കാണ് നിന്നത്. പിന്നെ ഇതവിടെ നല്ല രീതിക്ക് ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പം മസാലയൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു മസാല വാടുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു എന്താ പറയുക, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമുക്കിങ്ങനെ സ്മാഷ് ചെയ്തിട്ട് എടുക്കണമല്ലോ. അതായത് കട്ട്ലേറ്റിനൊക്കെയുള്ള ആ ഒരു പരുവത്തിലാക്കി എടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് അതും ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിക്ക് മസാല ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്രഷ് ചെയ്ത ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അന്ന് എന്താ പറയുക, ചൂട് പോയതിന് ശേഷം കേട്ടോ. കാരണം ഭയങ്കര ചൂടാകുമ്പോൾ കുഴക്കുമ്പോൾ ഭയങ്കര കൈയൊക്കെ പൊള്ളുമല്ലോ. അങ്ങനെ ഞാൻ ആ മസാല ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പൂണും കൊണ്ട് തന്നെ കേട്ടോ. കാരണം നല്ല രീതിക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് എന്താ പറയുക ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിക്കില്ല. ഉടയാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത സമയത്ത് നല്ല രീതിക്ക് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട കാര്യം നിന്നാലും ഞാൻ ലാസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ സ്പൂൺ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മിക്സായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, നല്ലൊരു ഉരുളക്കിഴങ്ങിൻ്റെ ഗുണം കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്താണെന്ന് എനിക്ക് തിരിഞ്ഞില്ല. പക്ഷേ എന്തായാലും നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് ബ്രെഡും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിക്കണം. പിന്നെ മുട്ട ഇതാക്കി എടുക്കണം. മുട്ടേൻ്റെ മഞ്ഞ മാറ്റി വെള്ളം എടുക്കണം. എന്നിട്ട് ഇനിയിപ്പം ഇത് പൊരിക്കലും കൂടെ കഴിഞ്ഞിട്ട് വേണം ജ്യൂസിൻ്റെ പരിപാടി നോക്കാൻ വേണ്ടി. കാരണം ജ്യൂസ് അടിച്ചിട്ടുണ്ടായില്ല. നോമ്പ് തുറക്കുമ്പോൾ എന്തായാലും ജ്യൂസ് പതിവാണല്ലോ, എന്തില്ലെങ്കിലും ജ്യൂസ് വേണം. അപ്പം എന്നും വത്തക്കയാണ്, ഇന്ന് കുറച്ച് എന്താ പറയുക മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മാംഗോ ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത്. ഇവിടെ പുറയിൽ അങ്ങനെ പാലൊഴിച്ച് അടിക്കാറില്ല, കാരണം അമ്മ സമ്മതിക്കില്ല. നമുക്കൊക്കെ പാലൊഴിച്ചിട്ടാണ് ഇഷ്ടം. അപ്പം ഞാൻ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാംഗോയിൽ ഐസ്ക്രീം ഇട്ടിട്ട് അങ്ങനെ അടിച്ചെടുത്താൽ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മാംഗോ ജ്യൂസിനൊക്കെയുള്ള മാങ്ങയാണ് കേട്ടോ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം അതരിഞ്ഞ് വെച്ച് ഒന്ന് എന്താ പറയുക, അരിഞ്ഞ് വെച്ച് ഒന്ന് അടിച്ച് ഫ്രിഡ്ജിൽ കയറ്റാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു കട്ട്ലേറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നോക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ അത് അടിച്ച് വെക്കാമെന്ന്. പിന്നെ ആ പീൽ ചെയ്യുന്ന സാധനം കൊണ്ട് ഞാൻ ഇതാക്കിയ സമയത്ത് എനിക്ക് കിട്ടുന്നില്ല, എന്താ നാശമായി പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ കത്തി തന്നെ ഉപയോഗിച്ച് എന്താ പറയുക 3 കഷ്ണാക്കി മുറിച്ച് സ്പൂണും കൊണ്ട് ഇതാക്കിയെടുത്ത് അങ്ങനെ പിന്നെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റ് ജ്യൂസ് സെറ്റാക്കിയിട്ടാണ് ഞാൻ എന്താ പറയുക കട്ട്ലേറ്റിൻ്റെ പരിപാടി നോക്കിയത്. അങ്ങനെ പിന്നെ ജ്യൂസ് സെറ്റാക്കുന്നതിനിടയിൽ ഐസ്ക്രീമൊക്കെ ഒളിപ്പിച്ച് വെക്കണം ഗൈസ്. കാരണം മക്കളുള്ളതുകൊണ്ട് തന്നെ അത് എടുത്തിട്ട് പോകുന്ന വഴി അറിയില്ല. പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കാനും ഒന്നും ഉണ്ടാവില്ല,
കുടിക്കാനും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞാൻ ഐസ്ക്രീമൊക്കെ ആദ്യം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ പോയാലും ഐസ്ക്രീം വാങ്ങുന്ന സമയത്ത് 2 3 വാങ്ങണം, കാരണം ഓക്കില്ലാതെ നമുക്ക് കിട്ടൂലല്ലോ. ആ ഒരു രീതിയാണ്. പിന്നെ അവിടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ കട്ട്ലേറ്റിൻ്റെ പരിപാടി നോക്കിട്ടോ. കുറച്ച് കയ്യിൽ എണ്ണയൊക്കെ ആക്കി പിന്നെ അവിടെ ഇരുന്ന് കട്ട്ലേറ്റിൻ്റെ പരിപാടി നോക്കി. എന്താ വെച്ചാൽ സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വേഗം എന്തെങ്കിലും പണി തീർത്തിട്ട് കുളിക്കാന്നുള്ള രീതിക്കായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് കട്ട്ലേറ്റിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഉമ്മ പിന്നെ അടുക്കളയിൽ ബാക്കി കാര്യങ്ങൾ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ അവിടെ നിന്ന് ഞാൻ പക്കുമാനോട് ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഓളവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാക്കുന്ന അമ്മച്ചിന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഓളോടും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അതൊക്കെ ഇതാക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ പിന്നെ ഇതാ വേഗം ഞാൻ പണി തീർക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ ഇതാ കട്ട്ലേറ്റിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് പൊടിക്കുക, പിന്നെ മുട്ടേൻ്റെ വെള്ളം എടുക്കുക, അത് മാത്രമേ ഇനി പരിപാടി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ തന്നെ എന്താക്കി ആ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലും മുട്ടയിലിട്ടിട്ട് ബ്രെഡ് ക്രംസിലിട്ട് മുക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്ത് പൊരിച്ചാൽ മതി ഒക്കെ അങ്ങനെ ചെയ്തിട്ട്, കാരണം ഓരോന്നോരോന്ന് മുക്കി പൊരിച്ച് അങ്ങനെ ഭയങ്കര ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ ഇങ്ങനെ ഇതേപോലെ ആക്കി മാറ്റി വെച്ചതിന് ശേഷം ലാസ്റ്റ് പൊരിച്ചിട്ട് ഒന്നിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇതാ മേശേമിൽ കൊണ്ടുപോയി വെച്ചു. നമുക്ക് ഈത്തപ്പഴം, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, പിന്നെ കട്ട്ലൈറ്റ്, പിന്നെ വെള്ളം, ചായ. ഉമ്മക്ക് വെള്ളം മെയിനായിട്ട് വേണം, ചായ, പിന്നെ ജ്യൂസ്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ കാര്യമായിട്ടുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞാനിവിടുന്ന് ജ്യൂസ് കുടിച്ചു. ആദ്യം ഞാൻ ഈത്തപ്പഴം അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, വലിയ ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ ആദ്യം തന്നെ നോമ്പർക്കുമ്പോൾ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പിന്നെ ചായ ജ്യൂസോ കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ടാവും. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. പക്കുമാക്ക് വേണമെന്നൊക്കെ ചോദിക്കുന്നത്, പക്ഷേങ്കിൽ ആൾ നല്ല കളിയിലാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നോമ്പ് അൽഹംദുലില്ലാ റാഹത്തായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഈ ഒരു കടിയും കൂടെ കഴിച്ച് അവസാനിപ്പിക്കാമല്ലേ. ഇൻഷാ അള്ളാ ഇനിയും ഇതേപോലത്തെ ഡെയിലി വ്ളോഗ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എന്താ പറയുക, കുറേ ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും കൂടി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. എന്താ പറയുക, നമ്മൾ സബ്സ്ക്രൈബ്, നിങ്ങൾ എന്തായാലും വീഡിയോസ് കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി വീഡിയോസ് കാണുന്ന സമയത്തൊന്ന് മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ ബൈ.